ഹലോ ഗായ്സ്, അങ്ങനെ കുറെ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ലിപ്സ്റ്റിക് സ്വാച്ച്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്കുകളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ചേച്ചിയുടെ കയ്യിലുള്ളത് നമ്മുടെ കയ്യിലുണ്ട്. സോ നമ്മൾ രണ്ടുപേരും കൂടി ഇടുന്ന ലിപ്സ്റ്റിക്സ്, യൂഷ്വലി ഇടുന്ന ലിപ്സ്റ്റിക്സിനെ എങ്ങനെയാണ് അത് എനിക്കും എങ്ങനെയാണ് ചേച്ചിക്കും നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകും. ഞങ്ങൾ രണ്ടുപേരും സ്കിൻ കോംപ്ലക്ഷൻ ഡിഫറൻസ് ആണ്, ഡിഫറെൻ്റ് ആണ്. സോ ഓരോ ലിപ് കളറും ഓരോ ഫേസിലെ സ്കിൻ ടോണിൽ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ടേൺസ് ഔട്ട്. അതെ, ഇപ്പം ഞങ്ങൾ ഓൾറെഡി ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ഉണ്ടായിരുന്നു നേരത്തെ സംസാരിക്കുന്ന ഇൻട്രോ പറയുമ്പം. അപ്പോൾ ആ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഞങ്ങളിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ബിക്കോസ് ബാഡ് ലിപ്സ് വേണമല്ലോ നമുക്ക് ലിപ്സ്റ്റിക് ട്രൈ ചെയ്യുമ്പോൾ, മിക്സ് ഓഫ് കളേഴ്സ് ആവാൻ പാടില്ലല്ലോ. അതിൽ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചേക്കാം, ഞങ്ങളുടെ രണ്ടുപേരുടെയും ലിപ്സിന്റെ നാച്ചുറൽ കളർ ഭയങ്കര ഡിഫറെന്റ് ആണ്. എൻ്റെ അപ്പർ ലിപ്പും ലോവർ ലിപ്പും രണ്ട് ഡിഫറെന്റ് കളേഴ്സ് ആണ് ചേച്ചിക്കും. പക്ഷേ ഇച്ചിരി ഡാർക്കർ ഷെയ്ഡാണ് ചേച്ചിയുടെ, കുറച്ച് ബിഗർ ലിപ്സ്. അപ്പോൾ ലിപ്സ് നമുക്ക് വന്നിട്ട് ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. സോ എല്ലാവരും ലിപ്സ്റ്റിക് ഇട്ട് വാങ്ങുമ്പോൾ അത് ഇട്ട് നോക്കി വാങ്ങണം, നമ്മൾ അതുകൊണ്ടാണ് പറയാറ്. സോ ലെറ്റ്സ് ഡു അവർ ഫസ്റ്റ് ഷെയ്ഡ് അല്ലേ. സോ ഇത് സെഫോറയുടെ ലിപ്സ്റ്റിക് ആണ്. ഇറ്റ്സ് എ വെരി ഡാർക്ക് പിങ്ക്. യൂഷ്വലി ഞാൻ ഇതൊരു ഓംബ്രെ ഇഫക്റ്റ് വരുന്ന രീതിയിൽ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ആണ്. ഇതിട്ടിട്ട് അതിന്റെ സെന്ററിൽ ഞാൻ കുറച്ച് ലൈറ്റ് പിങ്ക് ഇടാറാണ് പതിവ്. ഇറ്റ് ലുക്സ് ഗുഡ് ഓൺ യു. ഡാർക്കർ അല്ല, ഞാൻ എത്ര ഡാർക്കർ പൊതുവെ ഇടാറില്ല. അതാണ് വേറൊരു കാര്യം. ചേച്ചി ഇങ്ങനെ കുറെ ലിപ്സ്റ്റിക്സ് ട്രൈ ചെയ്യില്ല. ആൾക്ക് കുറച്ചിങ്ങനെ എന്താ പറയാ, എനിക്ക് ഈ ഷെയ്ഡേ ചേരുള്ളൂ എന്ന് വിചാരിച്ച ആൾ കുറച്ച് ഷെയ്ഡ്സ് മാത്രമേ ഇടുള്ളൂ. ബട്ട് ഞാൻ എല്ലാം ഇടും. ഇതാണ് കേട്ടോ കളറ്. ഇത് സെഫോറയുടെ ഷെയ്ഡ്. എന്റെ ഫേസിൽ കണ്ടില്ല, ഇവളുടെ ഫേസിൽ അത്ര ഭംഗിയുണ്ട്. നിങ്ങൾ എന്നെ കണ്ടു നോക്കുക, ഷെയ്ഡ്സ് കണ്ടു നോക്കുക. കാരണം അവളുടെ സ്കിൻ കോംപ്ലക്ഷൻ കണ്ടില്ല. അവളുടെ സെയിം ഫൗണ്ടേഷൻ അവളുടെ മുഖത്ത് പെട്ട് തന്ന ഇതിന് വേണ്ടിയിട്ട്, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് എൻ്റെ ഫേസിന് അത് ചേരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നോക്ക്, കണ്ട അവളുടെ മുഖത്ത് നോക്ക്. അവൾ പൊതുവെ നമ്മളിങ്ങനെയിട്ട് ഇങ്ങനത്തെ കളേഴ്സ് ഇട്ട് കാണുന്ന കാരണം എന്നറിയാം, നമുക്കത് ഓക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ ഇട്ടപ്പോൾ നോക്ക്, ഗുഡ് ഓൺ യു. ആരാ പറഞ്ഞേ? ഇറ്റ് ലുക്സ് റിയലി ഗുഡ് ഓൺ യു. സെഫോറ ഷെയ്ഡ് 16. നമ്മൾ ആ ഷെയ്ഡ് മാച്ചു. അടുത്ത ഷെയ്ഡ് ഇടാകുമ്പോൾ ഐ ലുക്ക് ലൈക്ക് എ മങ്കി. അല്ല, ലിപ്സ്റ്റിക് മാഞ്ഞു പോയിട്ട് ഇവിടെ ചോന്നു പോയി. ഇത് ഷാർലറ്റ് ടിൽബറിയുടെ ഷെയ്ഡ് ഷാർലറ്റ് ടിൽബറി പില്ലോ ടോപ്പ് 2 മീഡിയം. ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്. അവൾ ന്യൂഡ് യൂസ് ചെയ്യും. ഈ ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ലിപ് ലൈനർ ഇട്ടിട്ട് വീണ്ടും ഒരു ഓംബ്രെ എഫക്റ്റിലാണ് ചെയ്യാറ്. ബിക്കോസ് ഈ ഷെയ്ഡ് എനിക്ക് പ്ലെയിൻ ആയിട്ട് ചെയ്തില്ല. എനിക്ക് സത്യത്തിൽ ഈ ഷെയ്ഡ് ഇഷ്ടമായിട്ടാ. എനിക്ക് ഇങ്ങനത്തെ ലൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടം. ഇപ്പൊ ഞാൻ ഇടുമ്പോൾ നിങ്ങൾ അതിന്റെ വൃത്തികേട് കാണൂട്ടാ. വൃത്തികേടല്ല, നോക്ക് അല്ലേ, ഡാർക്കറിനേക്കാൾ എൻ്റെ ഫേസിലേക്ക് ഇതല്ലേ ചേർന്നേ. എന്താ എൻ്റെ മനസ്സിന്റെ തോന്നലാണോ എനിക്ക് അറിയില്ലടി. Look at the shade difference. ശരി, നന്നായിട്ട് ഇരിക്കാൻ എൻ്റെ ഫേസിലേക്ക്. നിനക്കപ്പോൾ ഡാർക്ക്. ആ ഷെയ്ഡ് വ്യത്യാസം കണ്ട ഡ്രീമി ലുക്ക് കിട്ടുന്ന പോലെ തോന്നും ഇങ്ങനത്തെ ഒരു ലൈറ്റ് ഷെയ്ഡ്സ് ഇടുമ്പോൾ. ഞാൻ മാറ്റ് യൂസ് ചെയ്യാത്ത ആളാണ്. സോറി, മാറ്റ് മാത്രം യൂസ് ചെയ്യുന്ന ആളാണ്. ദിസ് വൺ ഇസ് ലൈക്ക് വെരി ഹൈഡ്രേറ്റിംഗ്. വെരി ട്രൂ. അടുത്തത് അടുത്ത ഷെയ്ഡ് ചന്നുപ്പിക്ക് ചെയ്തോ. ഓക്കെ, നമുക്ക് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഷെയ്ഡ് ഉണ്ട്, ബട്ട് അതിന് എനിക്ക് പ്ലെയിൻ ആയിട്ട് ഇടാൻ പറ്റില്ല. സെയിം മിക്സ് ദിസ് ഓൾവേസ്. സോ ഓക്കെ, ഇത് വന്നിട്ട് മേക്കപ്പ് ഫോർ എവറിന്റെ 194 ആണ്. റൂഷ് ആർട്ടിസ്റ്റ് ഫോർ എവർ മാറ്റ്. ജോലിക്ക് പോണ കാരണം കൊച്ചിന്റെ കയ്യിൽ കുറെ കളേഴ്സ് ഉണ്ട് ഗോയ്സ്. ട്രൈ ചെയ്യണേ. ഇതിന്റെ അപ്ലിക്കേറ്റർ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു ന്യൂഡാണ്. ഇത് ന്യൂഡാണ്. ഇറ്റ്സ് എ ന്യൂഡ് ഷെയ്ഡ്. ഇതിന്റെ അപ്ലിക്കേറ്റർ, ഇതിന്റെ ടെക്സ്ചർ ബട്ട് ഡിഫറെന്റ് ആട്ടോ. ഇത് മാറ്റ് ആണ്. അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആവും ആൻഡ് ലോങ് ലാസ്റ്റിംഗ്. ഇഷ്ടായോ? ഇഷ്ടായി. നീ അതേ കളർ മറ്റേത് ഇഷ്ടായി. നിങ്ങൾ പറയാ ഏതാ? എനിക്ക് ആ സെക്കൻഡ് വൺ ആണോ ഭംഗി, ഒരു തേർഡ് വണ്ണോ ഫസ്റ്റ് വൺ? എന്റെ ഓപ്ഷനിലില്ല, കാരണം ഭയങ്കര ഡാർക്കല്ലേ. നിനക്കെല്ലാം ഭംഗിയടി. അതൊക്കെ എന്റെ ലിപ്സ്റ്റിക്കല്ലേ, ഒബ്വിയസ്ലി. ഞാൻ നോക്കി നോക്കി വാങ്ങണതല്ലേ. നോക്കൂ, വ്യത്യാസം കണ്ട ഷെയ്ഡ്. എനിക്കത് ഭയങ്കര ലൈറ്റ് ആയിട്ടിരിക്കുന്നു, ചേച്ചിക്ക് അത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ബിക്കോസ് ദാറ്റ്സ് അണ്ടർലൈങ് ലിപ് ഷെയ്ഡ്. സ്വന്തം ലിപ്സ്റ്റിക് ലിപ്പിന്റെ കളർ കാരണം കൊണ്ട് ഇറ്റ് ലുക്സ് ലൈക്ക് പെർഫെക്റ്റ് ഓൺ ഹെർ. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പൊ നമ്മൾ വീണ്ടും മാച്ചു. അഞ്ഞി ചേച്ചി ചൂസ് ചെയ്യും അടുത്ത കളർ. ഇത് റാർ ബ്യൂട്ടിയുടെ ആണ്. ഇത് റാർ ബ്യൂട്ടിയുടെ ഗിഫ്റ്റഡ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഗഗു സജസ്റ്റ് ചെയ്ത ഷെയ്ഡാണ്. ഇത് ന്യൂഡാണല്ലോ. അതെ, എന്റെ ന്യൂഡില്ല പറയാറില്ല, എന്റെ ഉണ്ട്, ഞാൻ അറിയില്ലെന്നുള്ളൂ. Very similar to the other ones.
സ്യൂട്ട്സ് യു ടു ബി ഓണസ്റ്റ്. എനിക്കിതിടുമ്പോ ഇത്തിരി നോടി എനിക്കിടുമ്പോ ഭയങ്കര ബ്രൗൺ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ചേച്ചി ഇടുമ്പോ ഞാൻ ഓൾറെഡി ബ്രൗൺ ആയതുകൊണ്ട് എനിക്കത് വലിയ കുഴപ്പമില്ല. ഇൻസെക്യൂരിറ്റിയുടെ മലയാണ്. എന്ത് ഇൻസെക്യൂരിറ്റി? എനിക്ക് എന്റെ സ്കിൻ ടോൺ ഇഷ്ടമാണ്. Look at the difference, guys. ചേച്ചി ഇട്ടപ്പോഴുള്ള ഷെയ്ഡും ഞാൻ ഇട്ടപ്പോഴും അത് എത്ര ബ്രൗൺ ആയിട്ടിരിക്കണം നോക്കൂ. ആ ശരിയാടി, നിനക്ക് ബ്രൗണി ആയിട്ട് ഫീൽ ചെയ്യണോ? That's what I said. ലിപ്സ്റ്റിക്സ് അങ്ങനെയാണ്, നമുക്ക് എല്ലാ ഷെയ്ഡും ഒരേപോലെ ഉണ്ടാവില്ലല്ലോ. ഭയങ്കര ബ്രൗൺ ആയിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? ഇതാണ് ഡിഫറൻസ്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന ലിപ്സ്റ്റിക് ഞാൻ ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തോ? എന്റെ ഡിഫറെന്റ് ആയിട്ടാണ് ചൂസ് ചെയ്തത്. അപ്പൊ കുറച്ച് ന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ബ്രൗൺ തന്നെയാണ്. അല്ല, ഇത് കുറച്ച് ഡാർക്ക് ആണ്. ഇത് സെഫോറയുടെ. അവൾക്ക് ഭംഗിയുണ്ട്, ഞാൻ മുന്നേ പറയട്ടെ, അവൾക്ക് ഭംഗിയുണ്ട്, അതുകൊണ്ട് അവൾ അത് ചൂസ് ചെയ്തത്. ഷെയ്ഡ് 25 സെഫോറയുടെ. ഞാൻ അതിടാം. ഓക്കെ, ഉണ്ണിയേട്ടൻ ഫസ്റ്റ്. ഉണ്ണിയേട്ടൻ ഫസ്റ്റ്. നല്ല ഇരിക്കടി. എനിക്ക് വലിയ പ്രതീക്ഷയില്ല ഗൈസ്. ഇതൊരു ഓറഞ്ചി ബ്രിക്കി ഷെയ്ഡാണ്. ബ്രിക്ക് ഇത് ബ്രിക്കിയാണ്. അതിന് നോക്കടി എന്റെ മുഖത്ത് വേറെ എന്തോ ലുക്കടി. ആരാ പറഞ്ഞ ചേരുന്നില്ല? നിങ്ങൾ പറയട്ടാ, എനിക്ക് ഇങ്ങനത്തെ ഷെയ്ഡ്സ് ആണ് ഭംഗി. ഡാർക്കാ ഓർ ലൈറ്റാ? ഇത് വ്യത്യാസം നോക്കിയപ്പോൾ ചേച്ചിയുടെ മുഖത്ത് കാണുമ്പോൾ ഇറ്റ് ലുക്സ് എ ബിറ്റ് റെഡിഷ്, എന്റെ മുഖത്ത് ഇറ്റ്സ് ഓറഞ്ചിഷ്. ഇത് ഓൾമോസ്റ്റ് സെയിം തന്നെയല്ലേ? നോക്കൂ. അതെ, അതെന്റെ മുഖത്തെ ഭംഗി കാണാൻ. അത് ഈ ഷെയ്ഡ് വന്നിട്ട് എന്റെ വൺ ഓഫ് മൈ ഗോ ടു ഷെയ്ഡ്സ് ആണ്. അതാണ് ഇങ്ങനെയൊക്കെ നോക്കി ഭംഗിയല്ലേ? ഞാൻ പറഞ്ഞില്ലേ, സൂട്ട്സ് യു റിയലി വെൽ. அப்படிங்கிற அம்மாங்கிற சொல்லடி. യെസ് എന്ന് പറഞ്ഞു ഞാൻ. അമ്മാങ്കിര சொல்லு. അമ്മാങ്കിര. ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഓ, ഇത് ഭയങ്കര ഗ്ലിറ്ററി ആണ്. ഇത് ക്രിസ്റ്റ്യൻ ഡിയോറിന്റെ ലിമിറ്റഡ് എഡിഷൻ ആണ് ഈ ലിപ്സ്റ്റിക്. ഇത് ലിമിറ്റഡ് എഡിഷൻ. അതെന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിപ്സ്റ്റിക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നിയർലി 1.5 years വെയിറ്റ് ചെയ്തു. കടകളായ കടകൾ മൊത്തം കയറി ഇറങ്ങി. അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് എനിക്ക് കിട്ടും. അങ്ങനെ അവര് ഈ ഇയർ ഈ ക്രിസ്മസിന് അവര് അതിന്റെ കുറച്ചും കൂടിയും വൈഡർ റേഞ്ച് ഷെയ്ഡ്സ് ഇറക്കി. അങ്ങനെ കിട്ടിയതാണിത്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇടുമ്പോ അതിങ്ങനെ കുറച്ച് നോർമൽ ആയിരിക്കും. കളർ ഇടി ഇത് 1 year എല്ലാം വെയിറ്റ് കൊഞ്ചം ഓരത്തിരിയില്ല. അങ്ങനെയൊന്നുമില്ല, രസമല്ല. അത് എന്താ പ്രത്യേകത ഉണ്ടത്? ഇറ്റ്സ് എ ഷിമ്മർ ലിപ്സ്റ്റിക്. അപ്പൊ അത് വന്നിട്ട് നല്ല ഇരിക്കും. അത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ലൈക്ക് ഒന്ന് ഇച്ചിരി ഡ്രൈ ആയിട്ട് അങ്ങനെ ചെയ്യണം. അപ്പൊ ആ ഗ്ലിറ്റർ അങ്ങോട്ട് പോപ്പ് ചെയ്യും. ക്യാമറ എത്ര അടുത്ത് പോയിട്ട് ആൾക്കാർ പിടിക്കുന്ന കുറച്ച് എനിക്ക് കണ്ണി தெரியாததுக்கு நான் என்ன பண்றேன்? അവർ ക്യാമറയുടെ എത്ര അടുത്ത് പോയിട്ട് ആൾക്കാർ ഓക്കെ ഓക്കെ യു ഗൈസ് ടെൽ മീ എങ്ങനെയുണ്ട്? എനിക്ക് ഇല്ലല്ലോ, പോരല്ലോ, പോരാ. അതാ ഞാൻ പറഞ്ഞു, അവൾക്ക് നന്നായി ഉണ്ടാവും. ഇതാണ് ഷെയ്ഡ്. ഇതിന്റെ ഷെയ്ഡ് നമ്പർ പറയാനായിട്ട് ദൈവമേ, നമ്പർ ഓക്കെ 893 സീക്വൻ ബൈ റോഷ് ഡിയോർ. ക്രിസ്റ്റ്യൻ ഡിയോറിന്റെ റോഷ് ഡിയോർ. ഇത് നിങ്ങൾ അടുപ്പിച്ച് കണ്ട ഗ്ലിറ്റർ. ഞാനിന്ന് അപ്പൊ അതിന് എടുത്തു വരുമ്പോൾ നമ്മൾ ഈ പാർട്ടിക്കൊക്കെ പോകാൻ പറ്റിയ ഒരു ലിപ് ഷെയ്ഡാണിത്. ഞാൻ അവിടെ ഇപ്പൊ ഇവന്റ്സും പാർട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് ഇടുന്ന ലിപ് കളറാണ്. ഈ നമ്മൾ നെക്സ്റ്റ് ഇടാൻ പോകുന്ന ഷെയ്ഡാണ് സെഫോറയുടെ 130. ഇതൊരു ക്രീം ലിപ് സ്റ്റെയിൻ ആണ്. ഇത് ഏകദേശം ബ്രിക്ക് പോലെ തന്നെ ഇരിക്കുന്നത്. നമുക്ക് ഇത് നേരത്തെ ബ്രിക്ക്, ഇത് ഈ ബ്രിക്ക്. ഇതെന്താ വ്യത്യാസം? ചുണ്ടത്ത് വരുമ്പോ വ്യത്യാസം മനസ്സിലാവാം. ചുണ്ടത്ത് ആടി കുറച്ച് കാക്കച്ചയുണ്ട്. ഒരു റെഡ് ഷെയ്ഡാണിത്. ബ്രിക്ക് അല്ല, ഇത് കുറച്ച് ബ്രിക്ക് എന്ന് പറയുമ്പോൾ ഇത്തിരി ഓറഞ്ച് സൈഡിൽ നിൽക്കും. ഇത് കുറച്ച് റെഡ് സൈഡിൽ നിൽക്കുന്ന ലിപ്സ്റ്റിക് ആണ്. അപ്പൊ നമ്മളൊരു സെക്സി പാർട്ടി നൈറ്റിലൊക്കെ ഇടാൻ പറ്റിയ ഒരു ലിപ്സ്റ്റിക്. ഇങ്ങനെ ദൂരത്തിൽ നിന്ന് കാണണം, ആരുടെ അടുത്ത് വരാതിട്ട് ഡാർക്ക് ലിപ്സ്റ്റിക് ഇട്ടിരിക്കുമ്പോൾ എന്നെ ദൂരത്തിൽ നിന്ന് കാണുന്ന ഭംഗി ഉണ്ടാവാം. ഞാൻ ഇത്ര നേരം ക്യാമറയുടെ മുമ്പിൽ നിങ്ങളെ പേടിപ്പിക്കായിരുന്നു.
ഞാൻ പഠിച്ചു. ദൂരത്തുനിന്ന് കാണുമ്പോഴാണ് വൃത്തി ഗൈസ്, വൃത്തി. ഇവൾക്ക് നോക്ക്, ഇത്ര ദൂരത്ത് നിടുമ്പോഴും അടുത്ത് നിടുമ്പോഴും ഭംഗി. ഇത് ഫേസിന്റെ ഷെയ്ഡ് വ്യത്യാസം വരുന്നത് കണ്ടില്ലേ? എനിക്ക് എന്റെ ഫേസിനെ പോപ്പ് എന്റെ ഫേസിനെ പോപ്പ് ചെയ്യിപ്പിക്കുന്ന കളേഴ്സ് ഡാർക്ക് കളേഴ്സ് ആണ്. പക്ഷെ ചേച്ചിക്ക് നോക്കുമ്പോ നിങ്ങൾക്ക് കാണാം ചേച്ചിയുടെ ഫേസിലെ ലിപ്പിന്റെ ഏരിയ ഇച്ചിരി ഡാർക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? നിന്റെ ഇവിടെ ഒക്കെ നല്ല കളറുള്ള പോലെ മുഖത്ത് കുറെ സ്പേസ് ഉള്ള കാരണം എനിക്കല്ലേ നല്ല സ്ഥലമുണ്ട്. എനിക്ക് ഇത്രയും സ്ഥലമുണ്ട് ചേച്ചിയുടെ മൊത്തം മുഖം. ഇവളുടെ തലയിൽ നിങ്ങൾ That's why we call you Kudni. അത് കട്ട് നീ ചെയ്തില്ലെങ്കിൽ മോളെ നിന്റെ കഴുത്ത് ഞാൻ ഞെക്കൂടി. അടുത്തൊന്ന് കാണിച്ചുതരാം. എന്ത് വ്യത്യാസം നോക്കൂ ഷെയ്ഡ് രണ്ടുപേർക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന ലിപ്സ്റ്റിക് അല്ല, ഇറ്റ്സ് ലിപ് ഗ്ലോസ്. എനിക്ക് ലിപ് ഗ്ലോസ് ചേച്ചി എപ്പോഴും ഗ്ലോസ് ഇട്രീ എന്നോട് എപ്പോഴും പറയും. എനിക്ക് ആ സാധനം ചെയ്തില്ല. സോ ഇപ്പൊ നമ്മൾ ഇടാൻ പോകുന്ന സാധനം റെവ്ലോണിന്റെ സൂപ്പർ ലസ്ട്രസ് ഗ്ലിമർ. അതാണ് ഞങ്ങൾ ഞാൻ എന്തെങ്കിലും ഷെയ്ഡ് ഇട്ടിട്ട് അതിന്റെ മേത്താണ് ഗ്ലോസ് ഇടാം. ഇതിപ്പോൾ ഡയറക്ട്ലി ഗ്ലോസ് വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല. ചേച്ചി അങ്ങനെ പുറത്തേക്ക് പോകാറുണ്ട് കേട്ടോ. ഗ്ലോസ് മാത്രം ഇട്ടിട്ട് ആള് പുറത്തേക്ക് പോകാറുണ്ട്. അത് ആൾക്ക് ചേരും. അതെങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ, ആൾക്ക് ചേരും. ഇത് എന്തൊരു പിങ്കാടി ഇത്? അത് ഗ്ലിറ്ററാ. എനിക്ക് ഗ്ലിറ്റർ പൈത്യമാണ് ഞാൻ. ഓക്കെ ഗായ്സ്, ഇതും നമുക്ക് ഇങ്ങനെ കാഷ്വലൊക്കെ ആയിട്ട് പുറത്ത് പോകുമ്പം ഇടാവുന്ന ഒരു ഷെയ്ഡ്. എന്നെ കാണുമ്പോ ക്രിക്കറ്റുകൾ സ്റ്റേജ് ബെയിലാവാണ്ടിരിക്കാനായിട്ട് ചുണ്ടത്തിട്ട സാധനട്ട പോലെയില്ലേ? നിന്റെ ഓൾറെഡി കുറച്ച് ഇങ്ങനെ നല്ല കളറുള്ള ഫേസ് ആയത് കാരണം കൊണ്ട് നിനക്ക് ലൈറ്റ് ഷെയ്ഡൊക്കെ ഡാർക്ക് ഷെയ്ഡ് കുറച്ചും കൂടെ അടുത്ത് നിന്റെ സ്കിൻ പാർട്ടി ലുക്ക് തോന്നിക്കാനെങ്കിൽ ഇതെന്ന് വെച്ചാൽ കാഷ്വൽ ആയിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഇതിന്റെ പ്രോബ്ലം എന്റെ രണ്ട് ലിപ്പിന് ഭയങ്കര പിഗ്മെന്റേഷൻ ഉണ്ട്. അതിപ്പോ എന്റേനാണെങ്കിലും ഉണ്ട്. നോക്ക്, ഈ ചുണ്ടിന് എന്ത് ഭംഗിയാ നോക്ക ഗ്ലോസ്. ഈ ചുണ്ടിന് ആ ഗ്ലോസ് ഭംഗിയില്ല. നമ്മള് നെക്സ്റ്റ് ഷെയ്ഡ് ട്രൈ ചെയ്യാൻ പോണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. ഇതിന്റെ പേര് അപ്പൊ ഇത് സെഫോറയുടെ ഷെയ്ഡ് 42 ആണ്. എത്ര ഭംഗിയിലുണ്ട് എന്റെ മുഖം. ഇപ്പൊ ബ്രൗൺ ഇട്ടിട്ട് എങ്ങനെയാവും? ഇതും ഞാൻ ഓംബ്രെ ലുക്കിൽ ചെയ്യണ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ സെന്ററിൽ നേരത്തെ ഇട്ട ബ്രിക്ക് ഞാൻ ആഡ് ചെയ്യാറുണ്ട്. സെന്ററിൽ ബ്രിക്ക്, ഔട്ട്സൈഡ് ഈ ഒരു ബ്രൗൺ. അവളെന്നെ പഠിപ്പിച്ചേ. ഞാനിത് ഷെയ്ഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് കാണിച്ചാൽ ഞാൻ എന്താ ബ്രിക്ക് ഉദ്ദേശിച്ചത്. ഇത് കുറച്ച് ഡാർക്ക് ആയിട്ട് ഇട്ടിട്ട് കാണിക്കില്ല, നല്ല ഷെയ്ഡിന്റെ ഭംഗി അറിയുള്ളൂ. ഇത് സെന്ററിലൊന്നും ഇട്ടിട്ടില്ല, കുറച്ചും കൂടി ഇട്, ഡാർക്ക് ഇങ്ങനെ ഡാർക്ക് ആക്കണം. ഞാൻ ഇട്ട പോലെ ഫുൾ ഫില്ല് ചെയ്തിട്ട് സെന്ററിൽ ഫിൽ കരോ. ഡിഫറെന്റ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ ഒരു ഷെയ്ഡ്സ് യൂസ് ചെയ്യാം. എടുത്തൊന്ന് കണ്ടോ വ്യത്യാസം കണ്ടോ ലിപ്പിന്? നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാൻ. ഇനി ഞാൻ ആ മറ്റേ ഓംബ്ര എന്താ ഉദ്ദേശിച്ചെന്ന് കാണിച്ചു കേട്ടോ. ഓംബ്ര യൂസ് അപ്പൊ സെന്ററിൽ ഫിൽ ചെയ്യും. ഞാനും ഈ സെയിം ഷെയ്ഡിന്റെ സെന്ററിൽ ഇച്ചിരി ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് മിക്സ് ചെയ്ത് അത്രേ ഉള്ളൂ. എന്നിട്ട് അങ്ങനെ ചെയ്താൽ മതി. അത്രേ ഉള്ളൂ, ഒരു ഓംബ്ര എഫക്റ്റ് കിട്ടും. നെക്സ്റ്റ് ഷെയ്ഡ് നമ്മൾ ഇടാൻ പോകുന്നത് സെഫോറയുടെ ഷെയ്ഡ് 86. ഇത് എന്റെ ഗോ ടു ലിപ്സ്റ്റിക് എവറി സിംഗിൾ ഡേ. കാണുമ്പോൾ അതിൻ്റെതായ ഒരു ഭംഗി ഇതിന് കാണും. ഇതല്ലേ നീ എനിക്ക് കൊണ്ടുണ്ടായിരുന്ന സാധനം? അതെ, പക്ഷെ ഇത് കുറച്ച് മാറ്റാണ്. അത് മാറ്റാണ്, എന്തെങ്കിലും മാറ്റർ. ഇത് ലിപ്സ് ഒക്കെ ഒരു ഫംഗ്ഷൻ ഇട്ട് പോയിട്ട് ഭയങ്കര ഡ്രൈ എഫക്ട് കൊടുക്കുന്ന ഒരു ഫീൽ. ഡ്രൈ ആണ്, ഡെയിലി ഇടാൻ ഓക്കെ, ഫംഗ്ഷൻ ഓക്കെ അല്ലെന്ന് തോന്നുന്നു എനിക്ക്. ഞാനത് ഡെയിലി വെയർ ആണ്, എന്റെ ഡെയിലി ഓഫീസ് വെയർ. ഇപ്പൊ ഞാൻ ചുമ്മാ താഴെ ഷോപ്പിങ്ങിന് വെച്ചിരിക്കുക, നമ്മുടെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണെങ്കിലും ഞാൻ ഇതിലിട്ടാ പോവാ. ദിസ് ഇസ് മൈ ഗോ ടു ഷെയ്ഡ്. It really suits you, see? ഇതാണ് എനിക്ക് ന്യൂഡ് ലിപ്സ്റ്റിക്. ഞാൻ തന്നെ ന്യൂഡ്. ഇതാണ് ഷെയ്ഡ്. ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ ഗോ ടു ഷെയ്ഡ്. അപ്പൊ അതൊരു എവറിഡേ നോർമൽ ലുക്കിന് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഷെയ്ഡാണിത്.
ബട്ട് ഡിഫറൻസ് കണ്ടോ നമുക്ക്? എനിക്ക് ഇത്തിരി പേർപ്പിളിഷ് ആയിട്ട്, ചേച്ചിക്ക് ഇതിന് വേറൊരു ഷെയ്ഡിലാണ് നിൽക്കുന്നത്. അതെ. അടുത്ത വടി അമ്മേ. അപ്പോൾ ഐ വാസ് സേവിങ് ദ ബെസ്റ്റ് ഫോർ ദ ലാസ്റ്റ്. അപ്പോൾ അത് നമ്മുടെ സെഫോറയുടെ ഷെയ്ഡ് 94. ഇറ്റ്സ് എ ബ്ലഡ് റെഡ്. ഇതൊക്കെ കണ്ടു ഗൈസ്. ഇതൊക്കെ ബർബറി നാട്ടിലെ സാധാരണ ഇത് ബർബറി ബ്രാൻഡ് ഒന്നുമില്ല. നെയിൽ ആർട്ടിസ്റ്റ് ചെയ്തത്. ആ പെണ്ണ് ചെയ്യുന്ന സമയത്ത് പറയായിരുന്നു ഞാൻ ബർബറി ഷെയ്ഡ് വേണമെന്ന് പറഞ്ഞപ്പോ ഷി വാസ് ടെല്ലിങ് മീ ഐ ക്യാൻ ഗിവ് യു പാന്റി, ജെട്ടിയുടെ പോലെ ആക്കി തരാന്ന് പറഞ്ഞാണ്. ഞാനും ഞാൻ തെറ്റായിട്ട് മനസ്സിലാക്കിയതായിരിക്കും. അതന്നെയായിരുന്നല്ലോ. അതന്നെയാണ് ഉദ്ദേശിച്ചത്. ഒരു റെഡിഷ് പിങ്ക് അല്ലത്, ഐ മീൻ പിങ്കിഷ് റെഡ്. ഇറ്റ്സ് റെഡ്. അത് റെഡിന്റെ എല്ലാ റെഡിന്റെ ബേസും ഒബ്വിയസ്ലി പിങ്ക് ആണ്. പിങ്കിൽ നിന്ന് എനിക്ക് എപ്പോഴും ഇങ്ങനെ ലൈക്ക് ഷാർപ്പ് ആക്കാനാണ് ഇഷ്ടം. പക്ഷെ ഞാൻ കുറെ പേര് ഇടുന്നുണ്ട് ഇത് ഇങ്ങനെ ഒരു തേക്കല തേക്കും. അപ്പോൾ ഉണ്ടല്ലോ ഈ നടുവിലത്തെ ഇവിടെ വന്നിട്ട് ഒരു കളർ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ലിപ്സിന്റെ ഭംഗി കാണില്ല. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ലിപ്സ് ഇങ്ങനെ ഒരു കട്ട് ഇങ്ങനെ വരുത്തിയിട്ട് വേണം ലിപ്സ്റ്റിക് ഇടാനായിട്ട്. ഓക്കെ അല്ല ചെന്നു? അതെന്നെ ഉദ്ദേശിച്ചാണ്. നിന്നെ എല്ലാം This is the blood red I was blood red എന്ന് പറയാൻ പറ്റില്ല. അല്ലെ ഇതിന് സ്കാർലറ്റ് റെഡ് അങ്ങനെ പറയാം. It's a scarlet red. ഭയങ്കര മാറ്റാടി. മാറ്റാണ് അത്. ദൂരത്തിനെ കാണുമ്പോ ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് ഗുഡ്. ഇതില് വേറെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ പകുതി ലിപ്സ്റ്റിക് കൊണ്ടുവന്നിട്ടില്ല. എനിക്ക് ഇനിയും ഉണ്ട്, കുറെ ഉണ്ട് ഇനി. എന്റെ പാവേട്ടൻ ഞാൻ ഓരോ വട്ടം ഷോപ്പിംഗ് പോകുമ്പോഴും കെമിസ്റ്റ് ആയ പോലെ ഒരു ലിപ്സ്റ്റിക് വാങ്ങിയിട്ട് വരും. അതെ, അവിടെ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന ലിപ്സ്റ്റിക് കെമിസ്റ്റില്ല. കിട്ടില്ല. സ്റ്റുഡിയോയിൽ കിട്ടുന്ന നല്ല നല്ല നെയിൽ കളേഴ്സും പിന്നെ വേറെ കിട്ടും നമുക്ക് വെസ്റ്റ് സൈഡിൽ കിട്ടുന്ന നല്ല കളേഴ്സും ലൈറ്റ് സ്റ്റൈലൊക്കെ കിട്ടുന്ന നല്ല കളേഴ്സ്. നെയിൽ കളേഴ്സ് അല്ലേ? പോപ്പ് കളേഴ്സ് ഒക്കെ ഇഷ്ടം. എനിക്ക് സോയോട് അറിയില്ല. സോയോട് അറിയില്ല. സോയോടുമ്പോ ഞാൻ ഭയങ്കര വൃത്തികേടാക്കും. അതുകൊണ്ട് ഞാനത് പോയി ചെയ്യും. പിന്നെ എനിക്കിത് ചേച്ചിനെ പോലെ ബ്യൂട്ടിഫുൾ നെയിൽസ് ഇല്ല. ഞാൻ മൊട്ടച്ച് നെയിൽസ് ആണ്. മൊട്ടച്ച് നെയിൽസ് ആയതുകൊണ്ട് ഞാൻ പോയി അതില് എക്സ്ട്രാ എക്സ്റ്റൻഷൻസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ആക്കും. ലിപ്സ് ഓക്കെ, ലിപ്സ്. We are flaunting scarlet red. ഇതില് വ്യത്യാസം കണ്ട? ചേച്ചിക്ക് അത് ഡാർക്ക് ആയിരിക്കണോ, എനിക്കത് ലൈറ്റ് ആയിരിക്കണോ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതായിരുന്നു ഇന്ന് ഈ വട്ടം ഞാൻ ഇവിടെ വന്നപ്പോ കൊണ്ടുവന്ന എന്റെ എല്ലാ ഷെയ്ഡ്സും. ഇതിൽ ചേച്ചിയുടെ കുറച്ച് ഷെയ്ഡ്സ് ഉണ്ട്, ബട്ട് 90% ഓഫ് ലുക്സ് സെയിം ആൻഡ് ഇറ്റ് ഈസ് എന്താണ് ക്രീമി ആൻഡ് ഗ്ലോസി. അപ്പൊ ഹൈഡ്രേറ്റിംഗ് എനിക്ക് അതാ ഇഷ്ടം. ഇല്ലെങ്കിൽ ലിപ്സിൽ ഇങ്ങനെ ഈ മാർക്ക് ഉണ്ടാവില്ല, ലൈൻസ് പോലെ ഇങ്ങനെ കാണും. ഞാനിത് ഇടുന്നതിന്റെ ഉദ്ദേശം എനിക്കത് തിന്നാലും പോവാൻ പാടില്ല. അത് ഓംബ്ര ലുക്ക് ആവില്ലേ ഇപ്പൊ? സോ ഗായ്സ്, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ വൈഡ് റേഞ്ച് ഓഫ് ലിപ്സ്റ്റിക്സ് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു. അപ്പൊ കയ്യിലുള്ള ലിപ്സ്റ്റിക് ഒക്കെ വെച്ച് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട്? കുറെ ദിവസത്തെ പ്ലാൻ ആയിരുന്നു, ഇന്നാണ് നടന്നത്. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്. ബൈ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയും കുറെ വെറുപ്പിക്കുന്ന വീഡിയോസ് ആയിട്ട് ഞങ്ങൾ